സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ട്രയാങ്കിൾസ് ആണ്. 5 ട്രയാങ്കിൾ താഴോട്ടും 4 ട്രയാങ്കിൾ മുകളിലോട്ടുമാണ്. അതായത് പക്ഷേ 5 ട്രയാങ്കിൾ താഴോട്ടും 4 ട്രയാങ്കിൾ മുകളിലോട്ടും. 1 2 3 4 5 കണ്ടോ, ഇങ്ങനെ ട്രയാങ്കിൾസ് കണ്ടില്ലേ? ഇതുപോലെ മുകളിലോട്ട് കണ്ടോ, 1 2 3 4. ഇതൊരു ലോകത്തുള്ള എല്ലാ കണക്കുകളും എല്ലാ ജീവജാലങ്ങളും എന്തിന്റെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ജിയോമെട്രിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ചക്രമല്ല, നമ്മുടെ ജീവിതവും കഥകളും എല്ലാം ജിയോമെട്രി എന്ന് പറഞ്ഞ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ജിയോമെട്രിയുടെ ഒരു ഏറ്റവും പുതിയ സാധനങ്ങൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും പഴയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ അതിനാണ് ജിയോമെട്രിക്കൽ കൺസിഡറേഷൻസ് പറയുന്നത്. ജിയോമെട്രിയിൽ തന്നെ ഏറ്റവും ബേസ് ആയിട്ട് ട്രയാങ്കിൾസ് ആണ്. അതാണ് ഈ ട്രയാങ്കിൾസ് വെച്ച് ഉണ്ടാക്കിയത്. ഇത് എന്നുണ്ടാക്കി ആരുണ്ടാക്കി എന്ന് പറയുന്നത്. പക്ഷെ എല്ലാം നമുക്ക് കോൺസെൻട്രേഷൻ ആണ് പ്രധാനം. മെഡിറ്റേഷൻ നമുക്ക് കേട്ടില്ലേ? ഇത് തന്ത്രമായിട്ട് ഉപയോഗിക്കാം. താന്ത്രിക്. അപ്പം നമ്മുടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നില്ലേ? മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന റിലാക്സേഷൻ കിട്ടാനല്ലേ, ഏറ്റവും നന്നായിട്ട് ജീവിക്കാനല്ലേ. ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് എപ്പോഴും നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നല്ലേ പറയാ അല്ലേ? ആ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു ബിന്ദു എന്ന് പറയും. ആ സ്പോട്ട് കണ്ടോ, നടുവിൽ കണ്ടോ കണ്ടോ? ആ ഒരു ബിന്ദുവിലേക്ക് നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലാക്സേഷൻ കിട്ടും. അപ്പൊ അതിനുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണിന്റെ നടുവിലേക്ക് ഈ സെന്റർ ശ്രദ്ധിക്കാൻ പറയും, പിരിയങ്ങളുടെ നടുവ്. അതുപോലെ ഈ ശ്രീചക്രത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് താന്ത്രിക് ആർട്ടിന്റെ ഭാഗമാണ് ഇത്. പക്ഷെ ശ്രീചക്രത്തിന്റെ പ്രത്യേകത വെച്ചാൽ എന്താണ്, ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസ് വെച്ച ഒരു അൾട്ടിമേറ്റ് ഫോമാണ്. അതാണ് ശ്രീചക്രം. ഇനി വേറൊന്നും പറയാം. ഒറിജിൻ ഓഫ് 3 റിലീജിയൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൂസ്. ഇതിന്റെ ഒറിജിൻ എവിടാ? അതല്ല എബ്രഹാമിക് റിലീജിയൻസ് ആണ് ഞാൻ പറയാം. എല്ലാം എബ്രഹാമിന്ന് അതെല്ലാം ഉണ്ടായത്, 3 ഉണ്ടായത്. എബ്രഹാമിന് 3 ഈ എബ്രഹാമിക് റിലീജിയൻസ് ആണിത്. ഈ എബ്രഹാമിക് റിലീജിയൻ ഇത് ഹിന്ദുയിസം റിലീജിയൻ അല്ല, ഒരു ജീവിത രീതി, കൾച്ചർ. എന്നിട്ട് പോലും ഈ എബ്രഹാമിക് റിലീജിയൻസ്, നിങ്ങളെ ഇസ്രയേലിന്റെ ബാക്കിയുള്ള ട്രയാങ്കിൾ അല്ലേ കൊടിയിൽ കാണുന്നത് അല്ലേ? 2 ട്രയാങ്കിൾ അല്ലേ തിരിച്ചു മറിച്ചിട്ടിരിക്കുന്നത്? ഇതെന്താ? ഇത് തന്നെയല്ലേ? പിടി കിട്ടിയ ഭാഷ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ പ്രിൻസിപ്പിളാ. നമ്മുടെ ഒരു ജാതി മതം ഒന്നുമില്ല. നമ്മുടെ ഒരു യൂണിവേഴ്സൽ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ. അതാണ്. അപ്പം ഈ ഇസ്രായേലിന്റെ വഴി നോക്കിയാലും കാണും, എങ്ങനെ നോക്കിയാലും കാണും. അതുപോലെ വളരെ പ്രത്യേകമാണ് ഈ ഇവരുടെ ഐറിൻസ് എന്ന് പറയുന്നത്. ഹിറ്റ്ലർ എന്താ എടുത്ത്? ഹിറ്റ്ലറിന്റെ ചിഹ്നം അതെന്താ? സ്വസ്തികാണ്. ഇങ്ങനെ ദീസ് ആർ ഓൾ ദ തിങ്സ്. അപ്പം ഒരു യൂണിവേഴ്സിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ട്രയാങ്കിൾ, ജിയോമെട്രിക്കൽ ഡിമെൻഷൻ. ആ ജിയോമെട്രിക്കൽ ഡിമെൻഷനിൽ ട്രയാങ്കിൾ എന്ന ബേസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ശ്രീകൃഷ്ണൻ്റെതായിട്ട് ആ ട്രയാങ്കിൾ തന്നെയാണ് ഇതില് ഇസ്രായേലിന്റെ കൊടിയിലും എല്ലാത്തിലും കാണുന്ന സാധനം. എബ്രഹാമിക് റിലീജിയൻ. താങ്ക് യു.